നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടാ നിന്റെ തള്ളയിലെ നളിനി, അവരെന്തെങ്കിലും പറഞ്ഞു പഠിപ്പിച്ച് എന്റെ അടുത്തേക്ക് വിട്ടതാണെങ്കിൽ എന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. നിന്നെ പോലൊരു പൊട്ടനെ കണ്ണുകൂടെ കാണാതായാലേ എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? എടാ അറിയാവോ? അച്ഛന് എന്താ പറ്റിയത്? ഇത്ര വെപ്രാളപ്പെട്ട് ഓടി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വൈകുന്നേരം ഒന്ന് വിളിച്ചു പറയാനല്ലേ ശിവാനന്ദ ഞാൻ നിന്നോട് പറഞ്ഞേ? അത് പിന്നെ അച്ഛന് വയ്യെന്നറിഞ്ഞ പിന്നെ ഞാൻ ഓടി വരണ്ടേ? ഇപ്പൊ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ല കുട്ടി. വയസ്സും പ്രായവും ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ദൈവം തരുന്നൊരു അറിയിപ്പല്ലേ. എഴുന്നേറ്റിരിക്കാനൊന്നും കുഴപ്പമില്ല. നീ സുഖാണോ സുജാതെ? അതുമല്ല, അസുഖത്തിന്റെ വിവരം അറിയാൻ വന്ന ഞങ്ങളോട് സുഖാണോന്നാണോ ചോദിക്കുന്നത്? മോൻ അവിടെ എവിടെയെങ്കിലും ഇരിക്കേ. ഓ വേണ്ടച്ചാ. അതെ, ഞാൻ മുൻപ് കാണിച്ച ഡോക്ടറല്ലേ, കാർഡിയോളജിസ്റ്റ്. അദ്ദേഹത്തോടൊന്ന് വരാൻ പറഞ്ഞാലോ? വേണ്ട, തൽക്കാലം ഇപ്പൊ ഒരു ഡോക്ടറെ കണ്ടല്ലോ, വലിയ കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കളവല്ലെന്നേ. ഇവനോട് ചോദിച്ചോക്കിയേ. അച്ഛന്റെ കൂടെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ആരെങ്കിലും ഇല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചു ദിവസം അച്ഛന്റെ അടുത്ത് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്താ അമ്മേ? അതിനെന്താ, മോള് നിന്നോളൂ. മോളെന്തായാലും അവിടുന്ന് മാറി നിൽക്കുന്ന കാര്യമൊന്നും ആലോചിക്കണ്ട. ഒരൊറ്റ പകലും നീ അവിടുന്ന് മാറി നിന്നപ്പോഴേക്കും അന്വേഷിച്ച് ഓടി വന്നവളാ സുജാത. നീ അത് ഓർക്കുന്നില്ലേ? പക്ഷേ ഇതൊരു അത്യാവശ്യ കാര്യമല്ലേ, എനിക്ക് മനസ്സിലാവുമല്ലോ. അതിനൊരു മാർഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്കാം. കുറച്ചു ദിവസമായി മോളുടെ കൂടെ വന്ന് നിൽക്കണമെന്നൊരു ആഗ്രഹം മനസ്സിൽ തട്ടിയിട്ടുണ്ട്. ഇതൊരു കാരണമായിക്കോട്ടെ. എന്താ സുജാത, വിരോധമൊന്നുമില്ലല്ലോ? എന്ത് വിരോധം? സദാനന്ദേട്ടൻ അങ്ങോട്ട് വരുന്നതിൽ സന്തോഷം മാത്രമല്ലേ ഉള്ളൂ. അച്ഛൻ അങ്ങോട്ട് വരണ്ട. മോളെ, അവിടെ എന്റെ കാര്യങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും വരുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ അതൊന്നും വേണ്ട. അതല്ല അച്ഛന്റെ രീതികൾ ഉൾക്കൊള്ളാൻ അവിടെയുള്ളവർക്ക് പറ്റിയെന്ന് വരില്ല.
അതുപോലെ അവിടെയുള്ളവരുടെ രീതികള് അച്ഛനും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മോൾക്ക് ഇഷ്ടായില്ലെങ്കിൽ ഞാൻ വരുന്നില്ല. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയായി കേക്കുന്നത്? കല്യാണത്തിന് തൊട്ടടുത്ത ദിവസം വരെ കെട്ടിച്ചു വിട്ടാലും ഞാൻ പോകൂലാന്ന് പറഞ്ഞ് ചേട്ടന്റെ നെഞ്ചി കിടന്ന് കരഞ്ഞ പെണ്ണ. കാശിന്റെ ഒക്കെ ഒരു പവറേ. വലിയ ആൾക്കാരുടെ വീട്ടിലെ മരുമോളായപ്പോ അച്ഛനെ വേണ്ട, ബാക്കിയുള്ള ആരെയും വേണ്ട. നല്ലി, കണ്ടത് പറയാണ്ടിരിക്കാൻ നിർവാഹം ഇല്ല ഏട്ടാ. എന്തായാലും മനുഷ്യൻ ഇങ്ങനെ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നാ നിങ്ങളെല്ലാവരും ഒന്ന് അങ്ങോട്ട് ചെല്ല്. എനിക്ക് ഇത്രയും നേരം ഒന്ന് കിടക്കണം. നീ അങ്ങോട്ട് ചെന്നേ. എന്നാലും ഇങ്ങനെ അങ്ങ് മനസ്സ് മാറ്റിയെടുക്കാനേ കുറച്ച് ബുദ്ധിമുട്ടി കാണുമല്ലേ? ഡീ പൊടി. ഡീ പോവാൻ. ഏട്ടാ, കാലം മാറുമ്പോ കോലവും മാറണോടാ. അതങ്ങനെയാ. അളിയ ആ, സുഖാണോ? ആ, നിത്യം അല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്ന എന്താ? അളി നിത്യം നോക്കുന്നില്ലേ? നിത്യ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് നിന്നോട് ആരാടാ പറഞ്ഞു? നിത്യയുടെ ചെറുവേരലിന് ക്ഷീണം വന്നാൽ പോലെ എനിക്ക് മനസ്സിലാവൂല്ലോ. എന്നിട്ട് വേറെ എന്തൊക്കെയാടാ നീ നോക്കിയേ? ഏ, പറയടാ. ക്ഷീണം അറിയാൻ വേണ്ടി നീ എങ്ങനെയൊക്കെ അവളെ നോക്കുന്നേ? അയ്യോ അളിയ, ഞാൻ എടാ നിന്റെ തള്ളയില്ലേ നളിനി, അവരെന്തെങ്കിലും പറഞ്ഞു പഠിപ്പിച്ച് എന്റെ അടുത്തേക്ക് വിട്ടതാണെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. നിന്നെപ്പോലൊരു പൊട്ടനെ കണ്ണുകൂടെ കാണാതായാലേ എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? എടാ അറിയാവോ? അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.